ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എന്താ കാണിക്കാൻ പോകുന്നത് അറിയാമോ? ബറാത്ത് രാവിൻ്റെ നോമ്പാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിന് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാനും ഒക്കെ കൂടെ സാധനം മേടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചിക്കൻ കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിക്ക് ഞാനാരാ നമ്മൾ റീൽസ് എവിടെ കണ്ടാലും എടുക്കുമല്ലോ. അപ്പോൾ നല്ല വലിയൊരു കുളം കണ്ടേ. അപ്പോൾ ഞാനവിടെ സ്കൂട്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് റീൽസൊക്കെ എടുത്തു. അന്നേരം അക്കു പറയാം, ഉമ്മി മതി, ഉമ്മി പോകാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്നു. ഞങ്ങൾ കുറേ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറേ സ്നാക്സും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളും അക്കും കൂടെ വീട്ടിലെത്തി. അങ്ങനെ കൊണ്ടുവന്ന് ചിക്കൻ വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സവാളയെല്ലാം പെട്ടെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് സ്പീഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടൻ പറഞ്ഞു, ഉമ്മി ഒറോട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം, ഉമ്മി കുഴച്ച് തന്നാൽ മതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചൂടാണ് കേട്ടോ, ചൂടായിട്ട് ഞാൻ കൈവച്ച് ഇങ്ങനെ കുഴച്ചെടുത്ത് അക്കൂട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അക്കൂട്ടനാണെങ്കിൽ ആരോടുള്ള വൈരാഗ്യം പോലെ അതിനെ ആ മാവിനെ അടിച്ച് പഠിച്ച് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. പൊറോട്ട പോലും ഇത്ര അടിക്കത്തില്ല, അതിനേക്കാൾ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ല ബോൾസ് ആക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. ആ സമയം ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ട് തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ട് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് അക്കു പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അക്കൂട്ടനാണെങ്കിൽ അക്കൂട്ടൻ്റെ പണികളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അക്കൂട്ടന് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് കാരണം എനിക്ക് താവുമ്മി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് മേടിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാനോർത്ത് ചെയ്യട്ടെ, എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ മാറി കുത്തിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അവൻ ഒരൊറ്റ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ടാങ്ക് നിറച്ചും പാത്രം എല്ലാം അലങ്കോലമാക്കി ഇട്ടേക്കും. ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അരി അരയ്ക്കാൻ മാവും ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരു തിരി കത്തിച്ചു വെക്കുമ്പോൾ അത് പ്രത്യേക നമുക്കൊരു വൈബല്ലേ. അപ്പോൾ അതൊക്കെ കത്തിച്ച് 3 യാസീനൊക്കെ ഓതി ദുആ ചെയ്ത് ഞങ്ങളങ്ങനെ നോമ്പ് തുറക്കാനിരുന്നു. നോമ്പ് തുറക്കാൻ ബാങ്ക് ടൈമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ നേരെ പോയി നിസ്കരിച്ചിട്ട് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും പിന്നെയും വിശക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഓറോട്ടിയും അതുപോലെ നമ്മുടെ നാടൻ ചിക്കൻ കുറുമയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല മക്കളെ. ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങളൊന്ന് ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എല്ലാവരും നിങ്ങൾ ഓരോരുത്തരുടെയും ബറാത്ത് നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും നോമ്പ് തുറന്നൊന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ബറാത്ത് നോമ്പിൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.